നമസ്കാരം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നിരോധിക്കാൻ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താൻ, അത്തരം ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്താൻ കേരളത്തിലെ സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ 2-3 ദിവസമായി പരാതിപ്പെടുന്നത്. അതായത് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ബാഹ്യശക്തികളിൽ നിന്ന് ഭീഷണി നേരിടുന്നുണ്ട് എങ്കിൽ അത് തടയാനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉണ്ടാകേണ്ടതാണ്. അല്ലാതെ RSS അതുപോലെ തന്നെ സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് വിലപിക്കാനും കരയാനും ഉള്ളതല്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേര. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ RSSന്റെ ആഭിമുഖ്യത്തിൽ തന്നെ ധാരാളം സ്കൂളുകൾ നടക്കുന്നുണ്ട്. അവിടങ്ങളിലെല്ലാം ക്രിസ്മസ് ആഘോഷങ്ങളും സ്കൂൾ അധികൃതർ തന്നെ മുൻകൈയെടുത്ത് നടത്തുന്നുമുണ്ട്. മലപ്പുറത്തെ എത്ര സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നു എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ എന്താണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഉത്തരമായി കിട്ടുന്നത് എന്ന് വാർത്താലേഖകരെ അറിയിച്ചാലും നന്നായിരിക്കും. പക്ഷെ എന്തായാലും കേരളത്തിലെ ഒരു സ്കൂളുകളിലെയും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തടയിടാൻ സംഘപരിവാർ സംഘടനകളോ RSSോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചത്? അതായത് ശശികല ടീച്ചറിൻ്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലാവുകയാണ്. അതായത് വിദ്യാഭ്യാസ മന്ത്രിയെ ശശികല ടീച്ചർ വെല്ലുവിളിക്കുന്നുണ്ട്. ഇതിലെ വാസ്തവം അറിയാൻ അല്ലെങ്കിൽ വാസ്തവം പറയാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. സഖാവേ സുഖമല്ലേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ആറ്റുകാൽ ചിന്മയ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം മുടക്കിയ പ്രതിയെ കിട്ടിയോ? എന്താ അവരുടെ പേര്? അവർ ഏത് സംഘടനയിൽ പെട്ടവരാണ്? 44 വർഷമായി തലസ്ഥാനത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയമാണിത്. 1900-ലധികം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. സഖാവ് ആ സംഖ്യ പറഞ്ഞ് ബുദ്ധിമുട്ടണം എന്നില്ല കേട്ടോ. ധാരാളം മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട്. അവർക്കാർക്കും നാളിതുവരെ ആ വിദ്യാലയത്തിൻ്റെ മതേതരത്വത്തിൽ സംശയം തോന്നിയിട്ടില്ല. സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നിർത്തിവെച്ചു എന്ന് പറഞ്ഞ് ഒരു രക്ഷിതാവ് നേരെ വിദ്യാഭ്യാസ മന്ത്രിയെ ബന്ധപ്പെടുന്നു. അവർ ഒരു പരാതി എഴുതി വാങ്ങുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഈ സ്കൂള്. ഈ പരാതി കിട്ടിയിട്ട് ഇതുവരെ മന്ത്രിയുടെ ഓഫീസ് സ്കൂൾ പ്രിൻസിപ്പളിനെയോ മാനേജരെയോ ബന്ധപ്പെട്ടോ? പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിച്ചു? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പരാതി കിട്ടിയ പാടെ സ്കൂളുമായി ബന്ധപ്പെടാൻ നേരമില്ലാത്ത മന്ത്രി പത്രസമ്മേളനം നടത്തുന്നു. സംഘി ഭീകരത, ഉത്തരേന്ത്യൻ മോഡൽ വർഗീയത, വിഷം, കുന്തം, കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചു. ഭാഗ്യത്തിന് ഡെസ്ക് ഡാൻസ് ഉണ്ടായില്ല എന്ന് മാത്രം. ഇവിടെ ക്രിസ്മസ് വേണ്ടെന്ന് വച്ചിരുന്നുവോ മന്ത്രി? അങ്ങിടപെട്ട് അവിടെ എന്താണ് കൂടുതൽ നടത്തിയത്? അങ്ങ് എപ്പോഴാണ് ഇടപെട്ടത്? എങ്ങനെയാണ് ഇടപെട്ടത്? അവിടെ ചില ക്ലാസ്സുകൾ അവരുടെ ഇഷ്ടത്തിന് കാശ് പിരിച്ച് കേക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കേക്ക് കുട്ടികൾ വാങ്ങി കട്ട് ചെയ്യുന്ന പരിപാടി വേണ്ട എന്ന് ആ ക്ലാസ്സുകാരോട് പ്രിൻസിപ്പൽ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിനോദയാത്ര പോയതിലെ 5 കുട്ടികൾക്ക് വയറിന് അസുഖം വന്നതിന് പിന്നാലെ ഫുഡ് പോയിസൺ കൊണ്ടാണ് എന്ന നുണപ്രചരണം നടന്നിരുന്നത്രേ. അതിനാൽ അത് ഒഴിവാക്കണം എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞത്. പിരിച്ച ക്ലാസ്സുകാരോട് കാശ് തിരികെ കൊടുക്കാനും അവർ നിർദ്ദേശിച്ചു. ഇതാണ് നടന്നത്. ബാക്കി പാട്ടും ഡാൻസും ഒക്കെ ആസൂത്രണം ചെയ്ത പോലെ തന്നെ നടന്നു. ഈ പ്രശ്നക്കാരനായ രക്ഷകർത്താവ് തൻ്റെ പരാതി പ്രിൻസിപ്പലിനെയോ ക്ലാസ് ടീച്ചറെയോ അറിയിച്ചില്ല. മൂപ്പര് നേരെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തേക്ക് മണ്ടി. പരാതി കിട്ടിയതും പെറ്റകാളയുടെ കുട്ടിയെ കെട്ടാനുള്ള കയറും മാത്രമല്ല, കറക്കാനുള്ള പാത്രവുമായി മന്ത്രി ചാടിയിറങ്ങി. അല്പനായ ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ നാടിന് അപമാനമാണ്, ആപത്താണ്. ശൃംഖാല തന്ത്രം പയറ്റി ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി നാടിൻ്റെ ശാപമാണ്. ഇതിൽ പറയുന്ന വസ്തുതകൾക്കപ്പുറം അവിടെ എന്തെങ്കിലും നടന്നു എന്ന് തെളിയിക്കാൻ ഞാൻ സഖാവിനെ വെല്ലുവിളിക്കുന്നു എന്നാണ് അവരുടെ പോസ്റ്റ്. അതായത് ഒരു സ്കൂൾ, ആ സ്കൂൾ അധികം ദൂരെയൊന്നുമല്ല, ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ട് താഴെയാണ്, ആറ്റുകാലിലാണ്. ഈ ആറ്റുകാലിൽ പ്രവർത്തിക്കുന്ന ചിന്മയ സ്കൂളാണ്. 44 വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളാണ്. തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പേരുകേട്ട, രക്ഷിതാക്കൾ കുട്ടികളെ അവിടെ ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. അത്തരം സ്കൂളിൽ നിന്നാണ് ഒരു പരാതി കിട്ടുന്നത്. ആ പരാതി കിട്ടിയ പാടെ വിദ്യാഭ്യാസ മന്ത്രി ആ സ്കൂളിനെ ബന്ധപ്പെടുകയോ ഈ പരാതിയിന്മേൽ കൂടുതൽ അന്വേഷണം നടത്തുകയോ ചെയ്യാതെയാണ് സംഘപരിവാർ സംഘടനകൾ കേരളത്തിൽ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ മുടക്കാൻ, അത് തടയാൻ വലിയ നീക്കങ്ങൾ നടത്തുന്നു എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു പരാതി ലഭിക്കുമ്പോൾ ആ പരാതി ഏത് സ്കൂളിനെ കുറിച്ചാണ് ലഭിച്ചത് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ട ചുമതലയെങ്കിലും അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷം ആ പരാതിയെക്കുറിച്ച്, ഏത് വലിയ സ്കൂളായാലും ആ പരാതിയെക്കുറിച്ചുള്ള അന്വേഷണമാവണം. ആ അന്വേഷണത്തിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാകണം ഒരു മന്ത്രി പ്രതികരിക്കേണ്ടത്. പക്ഷേ മന്ത്രി അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഈ പരാതി സ്കൂൾ അധികൃതരെ ആദ്യം ബോധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും അന്വേഷിക്കും
അന്വേഷിക്കാതെ, പരാതിയിന്മേൽ പ്രാഥമികമായ അന്വേഷണം പോലും നടത്താതെ ചില സംഘടനകളെ, ഹിന്ദു സംഘടനകളെ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വർഗീയ പ്രചരണം അഴിച്ചുവിടുകയായിരുന്നു. അതാണ് ശശികല ടീച്ചർ ഇപ്പോൾ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.